ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എനിക്കൊരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ട്. അപ്പം 8 മണിക്ക് എത്താൻ പറഞ്ഞാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് നേരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് വരാം. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെ കല്യാണം ഉണ്ട്. നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തിരിച്ച് ചിലപ്പോൾ പോകുള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. കളവി ഇവിടെ ചിക്കുകയാണ്. ഹലോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ടൊക്കെ വരാം. ഇപ്പോൾ ഒലിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യാനല്ലേ പോകണം. അതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. പല്ലേച്ചു, ചായ കുടിച്ചു, ഡ്രസ്സ് മാറ്റി അങ്ങോട്ട് പോവുന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സോ ഗൈസ്, നമുക്കിനി ബാക്കി വീഡിയോകളൊക്കെ കാണാം. SM മേടിച്ച പുതിയ ചെറുപ്പിക്കണം. അപ്പോൾ വാറങ്കോട് ഒരു പാർലർ വെച്ചിട്ടായിരുന്നു എനിക്ക് ബ്രൈഡൽ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ ബ്രൈഡൽ മേക്കപ്പും അതുപോലെ തന്നെ ഒരുപാട് സർവീസസും അവൈലബിൾ ആണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മളെ ലെഹങ്ക വന്നിട്ട്. ഇന്നത്തെ കോസ്റ്റ്യൂം നമ്മളെ ലെഹങ്ക ആണ്. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ബ്ലൗസൊക്കെ ചേഞ്ച് ചെയ്തു. ഹെയർ ക്രിമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ താത്ത. നമ്മൾ മുടി ക്രിമ്പ് ചെയ്തു. നമുക്ക് മേക്കപ്പ് ഇടാം. നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെ അല്ലേ? നമ്മൾ ഹെയർ ചെയ്യുകയാണ്. അല്ല, ഒന്നും കൂടെ ഇതാക്കണം. വേറൊരു ചെയിൻ എടുത്തില്ലേ? ടൈറ്റായി ഇങ്ങനെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ ഇങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കിരീടം വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുകയാണ് രസമുണ്ടോ എന്നുള്ളത്. ലിപ്സ്റ്റിക് കൂടി ഇട്ടാൽ സെറ്റായി വരും കേട്ടോ. ഇന്നത്തെ ഓർണമെന്റ്സും ഹെയർ സ്റ്റൈലും ലുക്കൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാർലർ തന്നെ നമ്മളെ മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്തുള്ള അപ്കമിങ് ബ്രൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിലാണ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രസമുണ്ടല്ലേ? സെക്കൻഡ് കൂടി കിട്ടിയ കല്യാണം അല്ലെങ്കിലും ഭംഗിയാണല്ലോ. നല്ല കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഹെയർ. ഗൈസ്, എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങള് കമന്റ് ഇടാം. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പുറത്തു പോവാണ്. പിന്നെ ദുപ്പട്ട സെറ്റ് ചെയ്യണം. നമ്മള് പാർലറിൽ അതിനുള്ള ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ കുറച്ചും കൂടി മെച്ചപ്പെട്ട വീഡിയോ കിട്ടിയപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പാർലറിൽ തന്നെ എടുത്ത കൊച്ചു ഷോർട്സ് ആണ്. നമ്മൾ ഓഫർ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വ്ളോഗോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ ഏത് ഫേഷ്യലാണോ പ്രിഫർ ചെയ്യുന്നത്, അതിനിപ്പോൾ ഹൈഡ്ര ആയിക്കോട്ടെ, പേൾ ആയിക്കോട്ടെ, ഗോൾഡൻ ആയിക്കോട്ടെ, ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ബുക്ക് ചെയ്യുക. 5000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ബ്രൈഡൽ മേക്കപ്പ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് എടുത്ത ഷൂട്ടാണ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതിൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ സ്കേർട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാർലറിലോട്ട് തിരിച്ചെത്തിയിട്ട് ഡാൻഡ്രഫ് പോകാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിനെ. ബിക്കോസ് എനിക്ക് താരം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഓല് ഹെയർ നോക്കിയപ്പോൾ കണ്ടു. അപ്പം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറും എന്നുള്ളത്. ഞാൻ പക്ഷെ ഇത്രയ്ക്ക് റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ പേനും താരനൊക്കെ ആയി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ പാർലർ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഒരുപാട് സർവീസ് അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്കൊരു കല്യാണമുണ്ട് ഗൈസ്. അതിന് മമ്മജിക്ക് പ്രശ്നം നിൽക്ക വിളിച്ചേ. ഞാൻ നമ്പർ എടുത്ത് കല്യാണക്കായില്ലേ.
രസമുണ്ട്. എനിക്കിഷ്ടമായത് ഓറഞ്ചാ. അത് 800 എന്നാ വേറെ നോക്കി. ഷറാറ വേറെ ടൈപ്പ് ഉണ്ടോ? നീലെടുത്ത് കൊള്ളൂല. അവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു അവിടെ നിങ്ങളെ കല്യാണമല്ല. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഞാൻ പറയണ്ട കേട്ടോ. അങ്ങനെയാണ് ഞാൻ വൈകാലം ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പം നമുക്ക് 4 മണിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് നമുക്ക് 11 മണിക്കാണ് കേട്ടോ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്ത് നിന്ന് കിട്ടായിട്ട് നമ്മൾ മഞ്ചേരി വരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകണം. കാരണം ഞാൻ പറഞ്ഞില്ലേ 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് മേടിച്ചിട്ട് പാഴ്സൽ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്കൾക്ക് വല്ല പർദ്ദയും ഇട്ടാൽ പോരെ? ഇട്ടോക്കിട്ട് എടുത്താൽ മതിട്ടാ. Say hi.